ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ട റെസിപ്പിയാണ്. അപ്പോൾ നൂൽ പൊറോട്ട റെസിപ്പി നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ഒരു പാത്രത്തിലോട്ട് ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏതിലാണ് മാവ് നനയ്ക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ്, പിന്നെ ഒരു അര ഗ്ലാസ്, ഞാൻ ഇവിടെ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി അര ഗ്ലാസ് പാൽ നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്ന് മാവ് നനച്ചെടുക്കാം. നമ്മൾ ആദ്യം മാറ്റി വെച്ച പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 ഗ്ലാസ് പാലാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മാവൊന്ന് ഞൊടിയെടുക്കാം. മാവ് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒന്നി കൗണ്ടർ ടോപ്പിലിട്ട് നല്ല രീതിയിലൊന്ന് ഞൊടിയെടുക്കാം. ഞാനിപ്പം നല്ലൊരു വാവട്ടമുള്ളൊരു പ്ലേറ്റാണ്, സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റാണ് എടുക്കുന്നത്. അതിലോട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിലൊന്ന് മാവ് ഞൊടിയെടുക്കാം. ഇപ്പോൾ മാവ് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് ഞൊടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും അടിഭാഗത്തും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ ടവൽ വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചോ നമുക്കിതൊന്ന് മൂടി ഒരു അരമണിക്കൂറൊന്ന് മൂടി വെച്ചേക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഇനി ചപ്പാത്തി പലകയിൽ അല്പം ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബോൾസിൽ നിന്ന് ഒരു ബോളെടുത്ത് ഇതേപോലെ നമുക്ക് ചപ്പാത്തിയുടെ പലകയിലിട്ട് നല്ല രീതിയിലൊന്ന് നൈസായിട്ട് എത്രത്തോളം നമുക്ക് പരത്താൻ പറ്റുമോ നമുക്ക് അത്രത്തോളം നല്ല നൈസായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരല്പം ഓയിലൊന്ന് നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മൈദ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു പിസ്സ കട്ടർ വെച്ച് ഇതേപോലെ നൈസായിട്ട് ചെറിയ ചെറിയ ലൈൻ വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ കത്തി വെച്ചും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ നൂൽ പൊറോട്ട റെഡിയാക്കാൻ വേണ്ടി അതിനൊരു കട്ടർ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലും മതിയാകും. ഇനി ഒരു സൈഡിൽ നിന്ന് എല്ലാം ഇതേപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതും ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യത്തെ 4 കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ 4 ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ചൂടാനുള്ള കല്ല് നല്ല രീതിയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ല. കൈയുടെ വെള്ളയിൽ ഒരല്പം ഓയിൽ തടവിയതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും. നമുക്ക് കൂടുതൽ വലിപ്പമുള്ള രീതിയിലല്ല ഉണ്ടാക്കുന്നത്, ഒരു മീഡിയം സൈസിലുള്ള പൊറോട്ടയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ള 4 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ നല്ല രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ നൂൽ പൊറോട്ട നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.